ഹായ്, നമസ്കാരം. നമ്മുടെ മറ്റൊരു ഓൺലൈൻ സെഷനിലേക്ക് എൻ്റെ എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ 10th സ്റ്റാൻഡേർഡിലെ ടെക്സ്റ്റ് ബുക്കിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് യൂണിറ്റിലെ ആദ്യത്തെ മനോഹരമായിട്ടുള്ളൊരു കവിതയാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അത് പഠിക്കാൻ പോകുന്നതിന് മുൻപായിട്ട് before going to study that, we have to learn what the structure of each unit of this textbook. ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ ഓരോ യൂണിറ്റിന്റെ സ്ട്രക്ചർ എന്താണെന്നുള്ളത് ആദ്യമായിട്ട് നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ മൊത്തം ഈ വർഷത്തെ ടെക്സ്റ്റ് ബുക്കിലെ മൊത്തം 5 യൂണിറ്റുകളോളാണ് പഠിക്കാനുള്ളത്. ഓരോ യൂണിറ്റിലും 2 പ്രോസും ഒരു പോം, ഇതാണ് അതിൻ്റെ ഒരു ഘടന എന്ന് പറയുന്നത്, ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. 2 പ്രോസും ഉണ്ട്, 2 ഗദ്യങ്ങളും ഉണ്ട്, ഒരു പോമും ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള 5 യൂണിറ്റുകളാണ് പഠിക്കേണ്ടത്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത്, അപ്പൊ ഓരോ യൂണിറ്റിനും ഓരോ ടൈറ്റിലും ഉണ്ട്. ആ ടൈറ്റിലിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വാട്ട് ദ തീം ഓഫ് ദാറ്റ് യൂണിറ്റ്, ആ യൂണിറ്റിന്റെ ടോട്ടൽ തീം എന്താണ്, കംപ്ലീറ്റ് തീം എന്താണെന്നുള്ളത്. അതായത് ഓരോ യൂണിറ്റിനും ഓരോ തീമുണ്ട്. ആ തീം അനുസരിച്ചാണ് ആ ലെസൺസ് എന്ന് പറയുന്നത്. അതായത് എല്ലാ ലെസൺസും ആ ഒരു കോമൺ തീം ഷെയർ ചെയ്യുന്നതായിരിക്കും. മനസ്സിലായില്ലേ? അപ്പൊ ആ തീമിനനുസരിച്ചാണ് ഓരോ യൂണിറ്റിന്റെ ടൈറ്റിൽ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് യൂണിറ്റിന്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് ഗ്ലിംസസ് ഓഫ് ഗ്രീൻ എന്നുള്ളതാണ്. ഇറ്റ്സ് ഓൾ അബൌട്ട് നേച്ചർ. പ്രകൃതിയെ കുറിച്ച് പറയുന്നതാണ് ആദ്യത്തെ യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ആ പ്രകൃതിയെ കുറിച്ച് പറയുന്ന ലെസൺസ് ആണ് ഇതിനകത്ത് മൊത്തം ഉള്ളത്. അതുകൊണ്ടാണ് എന്തെന്ന് പറയുന്നത് ഈ ഗ്ലിംസസ് ഓഫ് ഗ്രീൻ എന്ന് പറയുന്ന ടൈറ്റില് ആദ്യത്തെ യൂണിറ്റ് വരാനുള്ള കാരണം. ഇനി ദിസ് യൂണിറ്റ് കൺസിസ്റ്റ് ഓഫ് 3 ലെസൺസ്. 3 ലെസൺസ് ആണ് ഇതിനകത്ത് അടങ്ങിയിട്ടുള്ളത്. 2 പ്രോസ് ആൻഡ് 1 പോം. 2 പ്രോസും ഒരു പോം, 2 ഗദ്യങ്ങളും ഉണ്ട്, ഒരു പദ്യവും ഉണ്ട്. ഓക്കെ, അപ്പം ദ ഫസ്റ്റ് വൺ ഈസ് എ ഷോർട്ട് സ്റ്റോറി റിട്ടൺ ബൈ റസ്കിൻ ബോണ്ട് ടൈറ്റിൽഡ് അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ. ആദ്യത്തെ എന്ന് പറയുന്നത് റസ്കിൻ ബോണ്ട് എന്ന് പറയുന്ന ഇന്ത്യൻ ഓതർ എഴുതിയിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു ഷോർട്ട് സ്റ്റോറിയാണ്, ചെറുകഥയാണ് പഠിക്കാനായിട്ടുള്ളത്. രണ്ടാമത്തെ എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും സുപരിചിതനായിട്ടുള്ള പ്രിയങ്കരനായിട്ടുള്ള വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയ മനോഹരമായിട്ടുള്ള ഷോർട്ട് സ്റ്റോറിയാണ്. അതിന്റെ പേര് ദ സ്നേക്ക് ആൻഡ് ദ മിറർ എന്നാണ്. അതൊരു ട്രാൻസ്ലേറ്റഡ് വേർഷൻ ആണ്, അതായത് മലയാളത്തിൽ നിന്നും ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തതാണ്. അത് ട്രാൻസ്ലേറ്റഡ് ബൈ അബ്ദുള്ളയാണ് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. എഴുതിയിരിക്കുന്നത് ശരിക്കും ദിസ് ഷോർട്ട് സ്റ്റോറി ഈസ് റിട്ടൺ ബൈ വൈക്കം മുഹമ്മദ് ബഷീർ. അങ്ങനെ 2 പ്രോസ്. ഇനി അടുത്തെന്ന് പറയുന്ന ഒരു പോമാണ്, എ ബ്യൂട്ടിഫുൾ പോം, മനോഹരമായിട്ടുള്ള ഒരു കവിത. ദ ടൈറ്റിൽ ഓഫ് ദാറ്റ് പോം ഈസ് ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ്. ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ് എന്നാണ് ഇതിന്റെ പേര്. ഇറ്റ്സ് റിട്ടൺ ബൈ വില്യം വേർഡ്സ്വർത്ത്. നമുക്കെല്ലാം പരിചിതനാണ് അല്ലേ? വില്യം വേർഡ്സ്വർത്തിനെ കുറിച്ച് കേൾക്കാത്ത ആരും ഉണ്ടായിരിക്കില്ല. ലോക പ്രശസ്തനായിട്ടുള്ള ഇംഗ്ലീഷ് പോയറ്റാണ് അല്ലെ, റൊമാൻറ്റിക് പോയറ്റാണ്. അത് മാത്രമല്ല, ഹീസ് നോൺ ആസ് ദ പോയറ്റ് ഓഫ് നേച്ചർ, പ്രകൃതിയുടെ കവി എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത്. അതായത് പ്രകൃതിയെ കുറിച്ചുള്ള വർണ്ണനയാണ് അദ്ദേഹത്തിന്റെ എല്ലാ കവിതകളിലും നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് അല്ലെ. അത് മാത്രമല്ല, റൊമാൻറ്റിക് പീരീഡിന് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ റൊമാൻറ്റിക് പീരീഡ് കുറിച്ചവരിൽ ഒരാളാണ് ആരെന്ന് പറയുന്നത് വില്യം വേർഡ്സ്വർത്ത് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ കാൽപ്പനിക കവി, പ്രകൃതിയുടെ കവി, ഇങ്ങനെയൊക്കെ അറിയപ്പെടുന്ന വളരെ മനോഹരമായിട്ടുള്ള കവിതകളുടെ ഉടമയാണ് ശരിക്കും വില്യം വേർഡ്സ്വർത്ത് എന്ന് പറയുന്നത്, ലോക പ്രശസ്തനായിട്ടുള്ള എഴുത്തുകാരൻ അല്ലെ. അപ്പം ഇതാണ് നമ്മുടെ ഫസ്റ്റ് യൂണിറ്റിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഒരിക്കൽ കൂടി പറയാം, വാട്ട് ഈസ് ദ ടൈറ്റിൽ ഓഫ് ദ ഫസ്റ്റ് യൂണിറ്റ്. ഫസ്റ്റ് യൂണിറ്റിന്റെ ടൈറ്റിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഗ്ലിംസസ് ഓഫ് ഗ്രീൻ. ഹൗ മെനി ലെസൺസ് ആർ ദേർ ഇൻ ദ ഫസ്റ്റ് യൂണിറ്റ്? ഫസ്റ്റ് യൂണിറ്റിൽ എത്ര ലെസൺസ് ഉണ്ട്? ദർ ആർ 3 ലെസൺസ്. 3 ലെസൺസ് ആണുള്ളത് അല്ലെ. 2 പ്രോസസ് ആൻഡ് 1 പോം. 2 പ്രോസും ഉണ്ട്, ഒരു പോമും ഉണ്ട് അല്ലെ. ഹൗ ക്യാൻ യു ഡിസ്ക്രൈബ് ദ സ്ട്രക്ചർ ഓഫ് ദ ഫസ്റ്റ് യൂണിറ്റ്? ഫസ്റ്റ് യൂണിറ്റിന്റെ സ്ട്രക്ചർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ പറയാം? ദിസ് യൂണിറ്റ് കൺസിസ്റ്റ് ഓഫ് 3 ലെസൺസ്. First one is a short story written by Ruskin Bond titled Adventures in a Banyan Tree. Second one is also a short story written by Waikem Muhammad Bashir titled The Snake and the Mirror. And the final one is a poem written by William Wordsworth titled, the name of that poem is
ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ്. ഓക്കെ, ഇതാണ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചൊരു ഏകദേശം ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് കരുതുന്നു. ഇനി നമുക്ക് നമ്മുടെ ഫോമിലേക്ക് പോവാം, അല്ലേ? അപ്പം നേരത്തെ പറഞ്ഞു, ഈ ഒരു യൂണിറ്റ് തന്നെ പ്രകൃതിയെക്കുറിച്ചുള്ളതാണ്. സ്വാഭാവികമായിട്ടും ഈ ഒരു ഫോമും എന്താണ്, പ്രകൃതിയെക്കുറിച്ച് തന്നെ ഉള്ളതാണ്. ദിസ് ഫോം ഡിസ്ക്രൈബ്സ് ഹൗ ദ നേച്ചർ കീപ്സ് എ ഹാർമണി ഇൻ ഓൾ ലിവിംഗ് beings in the nature, in the world, and the failure of the human being to address and appreciate it. ഇതാണ് ഇതിന്റെ തീം എന്ന് പറയുന്നത്. അതായത് എങ്ങനെയാണ് ഈ പ്രപഞ്ചം ഇതിലുള്ള എല്ലാ ജീവജാലങ്ങളിലും ഒരു ഏകതാളം ഒരുക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഐക്യം ഒരുക്കുന്നത്. പക്ഷേ എല്ലാ ജീവജാലങ്ങളും പ്രകൃതിയുടെ ആ ഒരു ഏകതാളത്തിൽ ബ്ലെൻഡായി സിങ്കായി പോകുമ്പോൾ മനുഷ്യൻ മാത്രം ഇച്ചിരി മാറി നിന്നിട്ട് എന്താണ്, ഇതിനെയൊന്നും ആസ്വദിക്കാനായിട്ട് കഴിയുന്നില്ല. മനസ്സിലായില്ലേ? ദ ഫെയിലർ ഓഫ് ഹ്യൂമൻ ബീയിങ് ടു അഡ്രസ് ആൻഡ് അപ്രീഷിയേറ്റ് ഇറ്റ്. പ്രകൃതി ഒരുക്കുന്ന ആ ഒരു ഏകത അല്ലെങ്കിൽ ഏകതാളം അഡ്രസ് ചെയ്യാനും അത് ആസ്വദിക്കാനും മനുഷ്യന് കഴിയുന്നില്ല. ആ ഒരു പോരായ്മയും പ്രകൃതി ഒരുക്കുന്ന ആ ഒരു അനുഗ്രഹങ്ങളുമാണ് ഇവിടെ ശരിക്കും പോയിട്ട് വിവരിക്കുന്നതെന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക് ലെറ്റ്സ് ഗോ ടു ദ ഫോമിലേക്ക് ഒന്ന് പോവാം. ഞാനൊന്ന് വായിക്കാം, ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ. I heard 1,000 blended notes, while in a grove I sate reclined. In that sweet mood when pleasant thoughts bring sad thoughts to the mind. First stanza. ആദ്യത്തെ സ്റ്റാൻസയാണ്. ദിസ് ഫോം കൺസിസ്റ്റ് ഓഫ് 6 stanzas. 6 സ്റ്റാൻസകളാണ് ഈ ഈ ഫോമിലുള്ളത്. അതിനകത്ത് ഫസ്റ്റ് സ്റ്റാൻസയാണ് നമ്മളിപ്പോൾ കേട്ടത്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? I heard 1,000 blended notes, while in a grove I sate reclined. In that sweet mood when pleasant thoughts bring sad thoughts to the mind. പോയിട്ട് പറയുകയാണ്, I heard 1,000 blended notes. 1,000 blended notes. What is blended notes? Mixed notes. Mixed tone of different sounds. പല ശബ്ദങ്ങളെല്ലാം കൂടെ ഇടുകി ചേർന്നിട്ട് ഒരു ഏകസ്വരം, ഒരു മ്യൂസിക് എന്നൊരു പീസ് ഓഫ് മ്യൂസിക് എന്ന് പറയുമ്പോൾ പല രാഗങ്ങളുടെ ഒരുമിച്ച് ചേരലാണ്, കൂടിച്ചേരലാണ്, മിശ്രിതമാണ്, അല്ലേ? നമ്മൾ കേൾക്കുന്ന എല്ലാ പാട്ടുകളും അങ്ങനെയാണ്. ഒരു പാട്ട്, ആ പാട്ടിനകത്ത് പല ഇൻസ്ട്രുമെന്റുകളുടെ ശബ്ദങ്ങളെല്ലാം കൂടെ സിങ്ക് ആയിട്ട് വരുമ്പോഴാണ് നമുക്കത് മനോഹരമായിട്ട് ഫീൽ ചെയ്യുന്നത്, അല്ലേ? ഇപ്പൊ ഇവിടെ പോയിന്റ് അതേപോലെയാണ്. ഹി ഹാഡ് thousands of blended notes. പല ശബ്ദങ്ങളെല്ലാം കൂടി ഇങ്ങനെ കൂടി കലർന്നിട്ട് അതെല്ലാം ഒരു മ്യൂസിക്കൽ എഫക്റ്റ്, അതായത് ഒരു സംഗീതാത്മകമായിട്ടുള്ള ഒരു അനുഭവമായിട്ട് പോയിന്റിന്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് കയറി ചെല്ലുകയാണ്. മനസ്സിലായില്ലേ? He was able to hear thousands of blended notes, mixed musics, mixed form of different sounds. പല ശബ്ദങ്ങളുടെ മിശ്രിതം ഒരു മ്യൂസിക്കൽ ഇഫക്റ്റ് ആയിട്ട് ഇദ്ദേഹത്തിന്റെ ചെവിയിലേക്ക് അല്ലെന്നുണ്ടെങ്കിൽ ഹൃദയത്തിലേക്ക് അങ്ങോട്ട് ഇറങ്ങിച്ചെല്ലുകയാണ്. While in a grove. While he was in a grove. Grove means woodland അല്ലെങ്കിൽ ഗാർഡൻ. ഒരു മരത്തോപ്പിൽ അല്ലെങ്കിൽ ഒരു ഗാർഡനിൽ he sate reclined. Sate reclined means എന്താണ്? Sitting in a relaxed mood with a lot of satisfaction. ഭയങ്കര സംതൃപ്തിയോടുകൂടി ഇങ്ങനെ റിക്ലൈൻഡ് മീൻസ് ലേ ബാക്ക് ഇൻ എ റിലാക്സ്ഡ് പൊസിഷൻ വിത്ത് ബാക്ക് സപ്പോർട്ടഡ്. ചാഞ്ഞിങ്ങനെ നമ്മൾ കിടക്കുമല്ലോ, വിശ്രമിക്കാനായിട്ടൊക്കെ ചാഞ്ഞ് കിടക്കത്തില്ലേ? ഇപ്പൊ ഒരു നല്ല ഒരു നമുക്ക് നല്ല ഒരു റിലാക്സേഷൻ ഉണ്ടാകുന്ന സമയത്താണ് നമ്മളിങ്ങനെ ചാഞ്ഞ് കിടന്ന് റിലാക്സ് ചെയ്യാനായിട്ട് ശ്രമിക്കും. ആ റിലാക്സ് ചെയ്യുന്ന ആ ഒരു പോസ്റ്ററിനെയാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് റിക്ലൈൻഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്, ചാഞ്ഞു കിടക്കുക. അതായത് പഴയ കാലത്ത് തറവാടുകളിലൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വീടിന്റെ ഏറ്റവും ഉമ്മറത്തായിട്ട് ഇങ്ങനെ ഒരു ചാരു കസേര ഉണ്ടായിരിക്കും, അല്ലേ?
അപ്പൊ അവിടെ ആദ്യം നമ്മൾ കാണുന്ന 2 കാൽപാദങ്ങൾ മാത്രം ഇങ്ങനെ ഗോഡ് ഫാദർ എന്ന് പറയുന്ന സിനിമയൊക്കെ കാണുമ്പോൾ കാണുന്നുണ്ട്. അവിടുത്തെ എന്താണ് വീട്ടിലെ കാർണവർ ഇങ്ങനെ 2 കാലുമായിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. ആ 2 കാലുകളും എന്താണ് ചാരുകസയുടെ 2 പിടിയിലുമായിട്ട് ഇങ്ങനെ ഉയർത്തി വെച്ചിട്ട് ഇങ്ങനെ ചാഞ്ഞു കിടക്കുക, അതായത് ആസ്വദിച്ച് കിടക്കുക അല്ലേ. അപ്പൊ പോയിട്ട് ഇങ്ങനെ വുഡ്ലാൻഡിൽ ഇങ്ങനെ എന്താണ് മരത്തോപ്പിൽ ഇങ്ങനെ ആസ്വദിച്ച് ചാഞ്ഞ് കിടക്കുകയാണ് ഭയങ്കര സാറ്റിസ്ഫാക്ഷനോട് കൂടി. കാരണം he was able to hear 1,000 of blended notes. പല ശബ്ദങ്ങളെല്ലാം കൂടെ കൂടി ചേർന്നൊരു എന്താണ് സംഗീതാത്മകമായിട്ടുള്ള അനുഭവം പ്രകൃതി ഒരുക്കി കൊടുക്കുകയാണ്. അതിങ്ങനെ ആസ്വദിച്ച് അത് ഇങ്ങനെ കിടക്കുകയാണ്. ഇനി in that sweet mood when pleasant thoughts bring sad thoughts to the mind, he enjoyed that pleasant mood, happy mood. വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു മൂഡാണ്, സിറ്റുവേഷൻ ആണ് അവിടെ നിലനിൽക്കുന്നത്. ബട്ട് ദാറ്റ് പ്ലസന്റ് മൂഡ് ബ്രിങ്സ് സാഡ് തോട്ട്സ് ടു ഹിസ് മൈൻഡ്. ആ ഒരു പ്ലസന്റ് മൂഡ്, ഏറ്റവും മനോഹരമായിട്ടുള്ള അന്തരീക്ഷം ബ്രിങ് സാഡ് തോട്ട്സ് ടു ഹിസ് മൈൻഡ്. അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് ദുഃഖകരമായിട്ടുള്ള ചിന്തകൾ, ദുഃഖകരമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരികയാണ്. അപ്പൊ ശരിക്കും ഒരു ഹാപ്പി മൂഡിൽ സ്റ്റാർട്ട് ചെയ്ത പോം പിന്നീട് എന്തോ ഒരു എന്താണ് സോറോ, ഒരു സാഡ്നെസ്സിലേക്ക് ഇങ്ങനെ നീങ്ങുകയാണ് അല്ലേ. അപ്പൊ എന്താ പറഞ്ഞിരിക്കുന്നത്, പോയിട്ട് തന്റെ മരത്തോപ്പില് എന്താണ് വളരെ ആസ്വദിച്ച് ഇങ്ങനെ പക്ഷികളുടെയൊക്കെ പാട്ട് ഇങ്ങനെ ആസ്വദിച്ച് കിടക്കുകയാണ്. ഇപ്പൊ രാവിലെ പ്രഭാതത്തിൽ നമ്മൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പല പക്ഷികളെല്ലാം കൂടെ ഉണ്ടാകുന്ന പലതരത്തിലുള്ള ശബ്ദങ്ങളാണ് കേൾക്കുന്നത് അല്ലെ. ഈ ശബ്ദങ്ങളെല്ലാം കൂടെ ഒരു മ്യൂസിക്കൽ എഫക്റ്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പൊ അതാ പറഞ്ഞിരിക്കുന്നത് 1000s of blended notes എന്ന് പറഞ്ഞ പല രാഗങ്ങളുടെ മിശ്രിതമാണ് കേൾക്കാനായിട്ട് കഴിയുന്നത്. എല്ലാം കൂടെ കൂടിച്ചേർന്ന് പ്രോപ്പറായിട്ട് സിങ്ക് ചെയ്ത ബ്ലെൻഡ് ചെയ്ത ഒരു ഫീൽ അല്ലേ. അങ്ങനെ അത് ആസ്വദിച്ചിരിക്കുന്ന സമയത്ത് ആ ഒരു ലവ്ലി മൂഡ്, ആ ബ്യൂട്ടിഫുൾ സിറ്റുവേഷൻ എന്താണ് ബ്രോട്ട് സാഡ് തോട്ട്സ് ടു ഹിസ് മൈൻഡ്. അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് ദുഃഖ ചിന്തകൾ കൊണ്ടുവരികയാണ്. ലെറ്റ്സ് സീ what that's. നമുക്ക് നോക്കാം. To her fair work did nature link the human soul that through me ran, and much it grieved my heart to think what man has made of man. To her fair works did nature link the human soul that through me ran. To her fair works did nature link. The poet surprised her on how the nature links the human soul to it. It's a beautiful work. To her fair work means the beautiful work of nature. പ്രകൃതിയുടെ മനോഹരമായിട്ടുള്ള അല്ലേ, എത്ര മനോഹരമായിട്ടാണ് the nature tries to link the human soul to it. പ്രകൃതിയുമായിട്ട് മനുഷ്യന്റെ ആത്മാവിനെ കണക്ട് ചെയ്യാൻ, ലിങ്ക് ചെയ്യാനായിട്ട് പ്രകൃതി ശ്രമിച്ചിരിക്കുന്നത് എത്ര മനോഹരമായിട്ടുള്ളൊരു വർക്കാണ്. And much it grieved my when he thought of it. അതിനെക്കുറിച്ച് പോയിട്ട് ചിന്തിക്കുമ്പോൾ and much grieved my heart. Grieved my heart means feel intense sorrow. Grieve means feel intense sorrow. അഗാധമായിട്ടുള്ള തീവ്രമായിട്ടുള്ള ദുഃഖം തോന്നുക. My heart to think what man has made of man. When he thought of the beautiful work done by nature to link the human being to human soul to it. പ്രകൃതി മനുഷ്യന്റെ ആത്മാവിനെ അതുമായിട്ട് ലയിപ്പിക്കാനായിട്ട് എത്ര മനോഹരമായിട്ടുള്ള ജോലിയാണോ ചെയ്തിരിക്കുന്നത്, അതിനെ when he thought of it, അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ it pained him a lot. That created a severe pain in his mind. അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു എന്താണ് തീവ്രമായിട്ടുള്ള ദുഃഖം, വേദന ഉണ്ടാക്കുകയാണ്. What man has made of man. He mocked. അദ്ദേഹം he cried out, വിലപിക്കുകയാണ്. What man has made of man. എന്താണ് മനുഷ്യൻ ചെയ്തിരിക്കുന്നത് തിരിച്ച്. In response to the nature's fair work, what man has made of man. മനുഷ്യൻ എന്താണ് ശരിക്കും ചെയ്തിരിക്കുന്നത്? മനുഷ്യൻ എന്താണ് ചെയ്തിരിക്കുന്നത്? Here the poet describes the destructive activities of human being.
മനുഷ്യന്റെ നശീകരണ സ്വഭാവത്തെയാണ് പോയിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് പ്രകൃതി എല്ലാ ജീവജാലങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള ബ്ലെസ്സിങ്സ് ഇങ്ങനെ ചൊരിഞ്ഞു കൊടുക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ബാക്കിയുള്ള എല്ലാ ജീവജാലങ്ങളും ട്രൈ ടു അഡ്രസ് ആൻഡ് അപ്രീഷിയേറ്റ് ഇറ്റ്, അതിനെ അഡ്രസ് ചെയ്യാനും അതിനെ അപ്രീഷിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ മനുഷ്യൻ എന്താണ് ചെയ്യുന്നത്? They try to destruct it, destroy it. ഓരോന്നിനെ നശിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. പ്രകൃതിയെ മാത്രമല്ല, ബാക്കിയുള്ള ജീവജാലങ്ങളെ മാത്രമല്ല, സ്വയം നശിക്കാൻ ശ്രമിക്കുക. അതാ പറഞ്ഞിരിക്കുന്നത് വാട്ട് മാൻ ഹാസ് മേഡ് ഓഫ് മാൻ, ദ ഡിസ്ട്രക്റ്റീവ് ആക്ടിവിറ്റീസ് ഓഫ് ഹ്യൂമൻ ബീയിങ് ടു ദ നേച്ചർ ആൻഡ് ടു ഹിംസെൽഫ്. പ്രകൃതിയോടും അവനോടും അവൻ ചെയ്ത് കൂട്ടിയിരിക്കുന്ന ക്രൂരമായിട്ടുള്ള ചെയ്തികൾ, പ്രവൃത്തികൾ, ഹ്യൂമൻ ആക്ടിവിറ്റീസ്, അതാണ് വാട്ട് മാൻ ഹാസ് മേഡ് ഓഫ് മാൻ എന്ന് പറയുന്നത്. അപ്പം 2 സ്റ്റാൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പം പോയിട്ട് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: while he was in a grove, Sate reclined, ചാഞ്ഞിങ്ങനെ സാറ്റിസ്ഫൈഡ്. സൈറ്റ് മീൻസ് സാറ്റിസ്ഫൈഡ് എന്നുള്ള മീനിങ് ആണ്. പ്രൊണൗൺസ് ചെയ്യേണ്ടത് സേറ്റ് എന്നാണ്, സേറ്റ് എന്നാണ്. സൈറ്റ് റിക്ലൈൻഡ് മീൻസ് ചാഞ്ഞിങ്ങനെ ആസ്വദിച്ച് സന്തോഷത്തോടെ സംതൃപ്തമായി ഇരിക്കുമ്പോൾ he had thousands of blended notes. എന്താണ്? ആയിരക്കണക്കിന് പല ശബ്ദങ്ങളുടെ മിശ്രിതങ്ങൾ കേൾക്കാനായിട്ട് കഴിയുന്നു, അല്ലേ? പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? അതെല്ലാം കൊണ്ട് ഒരു ഹാപ്പി മൂഡാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ബട്ട് ദാറ്റ് ഹാപ്പി മൂഡ് ബ്രോട്ട് സാഡ് തോട്ട്സ് ടു ഹിസ് മൈൻഡ്. ആ ഒരു ഹാപ്പി മൂഡ് അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് ദുഃഖചിന്തകളും കൊണ്ടുവരികയാണ്. ഇനി നമ്മൾ അടുത്ത സ്റ്റാൻസിൽ കാണുന്ന ആ ദുഃഖചിന്തകൾ എന്തൊക്കെയാണെന്നുള്ളത്. അപ്പൊ അദ്ദേഹം ചിന്തിക്കുകയാണ്, എന്താണ് ശരിക്കും എന്താണ് നേച്ചർ took a lot of effort to link the human soul to it, അല്ലയോ? പ്രകൃതി മനുഷ്യന്റെ ആത്മാവിനെ പ്രകൃതിയുമായിട്ട് ലിങ്ക് ചെയ്യാനായിട്ട് ഒരുപാട് എഫർട്ടാണ് പ്രകൃതി ഒരുക്കുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ അത് എത്ര മനോഹരമായിട്ടാണ് പ്രകൃതി ചെയ്തിരിക്കുന്നത്. പക്ഷേ അത് ഓർക്കുമ്പോൾ നമ്മുടെ പോയിന്റിന് വല്ലാത്തൊരു ഹൃദയ വേദന ഉണ്ടാകുകയാണ്. അദ്ദേഹം പരിതപിക്കുകയാണ്. പകരം തിരിച്ച് മനുഷ്യൻ എന്താണ് പ്രകൃതിയോട് ചെയ്തിരിക്കുന്നത്? ഓക്കെ, ത്രൂ പ്രിംറോസ് ടപ്സ്. Primrose means a wild plant with pale yellow flowers in spring. അതായത് സ്പ്രിംഗ് സീസണിൽ, വസന്തകാലത്ത് എന്താണ് മഞ്ഞ പൂക്കളോട് കൂടി നിൽക്കുന്ന ഒരു വൈൽഡ് പ്ലാന്റ്, കാട്ടുചെടിയാണ് ശരിക്കും പ്രിംറോസ് എന്ന് പറയുന്നത്. അപ്പം ത്രൂ പ്രിംറോസ് ടപ്സ് ഇൻ ദാറ്റ് ഗ്രീൻ ബവർ. ടപ്സ് മീൻസ് എ ക്ലസ്റ്റർ, കളക്ഷൻ, അതിനെയാണ് ടപ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ടഫ്റ്റ് എന്ന് പറയും. ബഞ്ച് ഓഫ് ഫ്ലവേഴ്സ് എന്ന് പറയുന്ന പോലെയാണ് ടഫ്റ്റ്സ് ഓഫ് ഫ്ലവേഴ്സ്. മനസ്സിലായില്ലേ? അതായത് പൂക്കളുടെ കൂട്ടം. അപ്പം പ്രിംറോസിന്റെ പൂക്കളുടെ കൂട്ടം ഇൻ ദാറ്റ് ബവർ. ബവർ മീൻസ് BOWR. ബവർ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എ പ്ലസന്റ് ഷേഡി പ്ലേസ് അണ്ടർ എ ട്രീ. ഈ മരത്തണൽ എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, മരത്തിന്റെ കീഴിലുള്ള തണലിനെയാണ് ബവർ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഈ മരത്തണലില് എന്താണ് പ്രിംറോസിന്റെ പൂക്കൾ ഇങ്ങനെ മനോഹരമായിട്ട് വിടർന്നു നിൽക്കുന്നു, അല്ലയോ? ദ പെരിവിങ്കിൾ ട്രൈൽഡ് ഇറ്റ്സ് റീറ്റ്സ്. അനദർ പ്ലാന്റ്, പെരിവിങ്കിൾ, എവർഗ്രീൻ പ്ലാന്റ് വിത്ത് ബ്ലൂ ഫ്ലവേഴ്സ്. അതായത് എന്താണ് നീലപ്പൂക്കളോട് കൂടിയ ഒരു എവർഗ്രീൻ പ്ലാന്റ് ആണ് പെരിവിങ്കിൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ പെരിവിങ്കിൾ റീറ്റ്സ് എന്ന് പറയുന്ന അറേഞ്ച്മെന്റ്സ് ഓഫ് ഫ്ലവേഴ്സ്, അതിനെയാണ് റീത്ത് എന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ റീത്തൊക്കെ സമർപ്പിക്കുക എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ല, റീത്ത്. അപ്പം പല പൂക്കളും ഇലകളും എല്ലാം കൂടെ ചേർന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നതിനാണ് റീത്ത് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം എന്താണ് ഈ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലത്തെ കുറിച്ചാണ് വർണ്ണിച്ചിരിക്കുന്നത്. അതായത് ഒരു ബവറാണ്, മരത്തണലാണ്, അവിടെ പ്രിംറോസ് ഉണ്ട്, അല്ലേ? അതായത് വൈൽഡ് പ്ലാന്റ് ഉണ്ട്, മനോഹരമായി പുഷ്പിച്ചു നിൽക്കുന്നു, അല്ലേ? അടുത്തത് എന്താണ്? പെരിവിങ്കിൾ ഉണ്ട്, അതും പുഷ്പിച്ചു നിൽക്കുന്നു, പൂക്കളെല്ലാം കൂടെ ഒരുക്കി ഇങ്ങനെ റീത്ത് ഒരുക്കി നിൽക്കുന്നു, അല്ലേ? ആൻഡ് ഇറ്റ്സ് മൈ ഫെയ്ത്ത് ദാറ്റ് എവരി ഫ്ലവർ എൻജോയ്സ് ദ എയർ ഇറ്റ് ബ്രീത്ത്സ്. വെൻ ഹി സീസ് ദിസ്, ഇത് കണ്ടു കഴിയുമ്പോൾ പോയിട്ട് തോന്നുന്നത് എവരി ഫ്ലവർ എൻജോയ് ദ എയർ ഇറ്റ് ബ്രീത്ത്സ്. അത് ശ്വസിക്കുന്ന വായുവിനെ അതിങ്ങനെ ആസ്വദിക്കുന്നതായിട്ടാണ് തോന്നുന്നത്. അതായത് പൂക്കൾ ഇങ്ങനെ കാറ്റത്തിങ്ങനെ ചാഞ്ചാടുന്നത് കാണുമ്പോൾ, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടുന്നത് കാണുമ്പോൾ, ഡാൻസ് ചെയ്യുന്നത് കാണുമ്പോൾ പോയിട്ട് തോന്നുകയാണ് ഇറ്റ് എൻജോയ്സ് ദ എയർ അറൗണ്ട് ഇറ്റ്, അല്ലയോ? അതിന് ചുറ്റുമുള്ള ആ വായുവിനെ അല്ലെങ്കിൽ കാറ്റിനെ ആ പൂക്കൾ ആസ്വദിക്കാൻ ശ്രമിക്കുന്നതായിട്ടാണ് തോന്നുന്നത്. അപ്പൊ അല്പനേരം നമ്മൾ പ്രകൃതിയെ ഒന്ന് ഒബ്സർവ് ചെയ്യാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഫീൽ നമുക്ക്, എല്ലാ ജീവജാലങ്ങളും വളരെ പ്ലസന്റ് ആയിട്ടുള്ള ക്ലൈമറ്റ് കണ്ടീഷൻ വരുമ്പോൾ എല്ലാ ജീവജാലങ്ങളും ആസ്വദിക്കുന്ന ഒരു ഫീൽ നമുക്കുണ്ടാകും.
നമ്മളൊന്ന് ശ്രദ്ധിക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ. പൂക്കളൊക്കെ ആണെങ്കിലും വിടർന്ന് നിൽക്കുമ്പോൾ സൂര്യന്റെ ആ ഒരു പ്രൊഫയൊക്കെ അങ്ങോട്ട് ഏറ്റ് കഴിയുമ്പോൾ അതിങ്ങനെ ആസ്വദിക്കുന്നതായിട്ട് നമുക്ക് തോന്നും, അല്ലേ? അപ്പോൾ പോയിന്റ് ഇവിടെ തോന്നുകയാണ്, ബാക്കിയുള്ള എല്ലാ ജീവജാലങ്ങളും ഈ പൂക്കൾ, അതായത് ആ മരത്തണലിൽ എന്താണ് വിരിഞ്ഞു നിൽക്കുന്ന വൈൽഡ് പ്ലാന്റും എന്താണ് എവർഗ്രീൻ പ്ലാന്റും അതിന്റെ എല്ലാ പൂക്കളും എന്താണ് പ്രകൃതി ഒരുക്കി കൊടുത്തിരിക്കുന്ന എല്ലാ ബ്ലെസ്സിങ്സിനെയും ആസ്വദിക്കാനായിട്ട് ശ്രമിക്കുന്നു, അല്ലേ? The birds around me hopped and played, their thoughts I cannot measure, but the least motion which they made, it seemed a thrill of pleasure. The birds around me hopped and played. ഇനി അടുത്ത അദ്ദേഹം ചിന്തിക്കുന്നത് ആരെ കുറിച്ചാണ്? ബേർഡ്സിനെ കുറിച്ചാണ്. The birds around me, around the poet. ആ പോയറ്റിന് ചുറ്റുമുള്ള പക്ഷികൾ, they hopped and played. Hopped means jumped, ചാടുക. Hopped and played, അതിങ്ങനെ എന്താണ് ചാടുകയും എന്താണ് ചാടി കളിക്കുകയും ചെയ്യുകയാണ്. ആരാണ്? പക്ഷികൾ, അല്ലെ? Their thoughts I cannot measure. The poet was not able to measure its thoughts. അതിന്റെ ചിന്തകൾ എന്താണെന്നുള്ളത് അളക്കാനായിട്ട് അല്ലെങ്കിൽ കണ്ടെത്താനായിട്ട് പോയിട്ടിന് കഴിയുന്നില്ല. But the least motion which they made, it seemed a thrill of pleasure. The least motion which they made. അവരൊരുക്കുന്ന ഓരോ ലീസ്റ്റ് മോഷൻസ്, ഈച്ച് ആൻഡ് എവരി മോഷൻസ്, ഓരോ ചെറിയ ചലനങ്ങളും, that seemed a thrill of pleasure. എന്തിനെ കാണിക്കുന്നു പറഞ്ഞിരിക്കുന്നത്? A thrill of pleasure, ആഹ്ലാദത്തിന്റെ ഒരു ആവേശം കാണാനായിട്ട് കഴിയുന്നുണ്ട്. And each and every movements of that birds, പക്ഷികളുടെ ഓരോ ചലനത്തിലും ഓരോ മൂവ്മെന്റ്സിലും എന്താണ് ആ ഒരു പ്രകൃതി ഒരുക്കുന്ന ബ്ലെസ്സിങ്സിന്റെ ഒരു ആഹ്ലാദം, സന്തോഷം കാണാനായിട്ട് കഴിയുന്നുണ്ട് എന്നാണ് പോയറ്റ് മനസ്സിലാക്കുന്നത്. ഓക്കെ, the budding twigs spread out their fan. ഇനി ഇപ്പൊ ആദ്യം അദ്ദേഹം എന്താണ് പ്രിംറോസിനെ കുറിച്ച് പറഞ്ഞു, പെരിവിങ്കിളിനെ കുറിച്ച് പറഞ്ഞു, അല്ലേ? ഇനി അടുത്ത് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഈ പ്രിംറോസിനെ കുറിച്ചും പെരിവിങ്കിളിനെ കുറിച്ചും ആ ഫ്ലവേഴ്സിനെ കുറിച്ച് എല്ലാം പറഞ്ഞു. അടുത്ത ബേർഡ്സിനെ കുറിച്ച് പറഞ്ഞു, അല്ലേ? How all these beings enjoy the blessings of nature. എങ്ങനെയാണ് ഈ ജീവജാലങ്ങളെല്ലാം പ്രകൃതിയുടെ അനുഗ്രഹങ്ങളെ ആസ്വദിക്കുന്നത് എന്നുള്ളത് പറഞ്ഞു. ഇനി അടുത്ത പോയിട്ട് പറയുന്നത് the budding twigs, മരങ്ങളുടെ ശിഖരങ്ങളുണ്ടല്ലോ, budding twigs, അതിനെയാണ് branches of trees, അതിനെയാണ് budding twigs എന്ന് പറഞ്ഞിരിക്കുന്നത്. Spread its fans, അതിന്റെ പങ്കായം ഇങ്ങനെ നീട്ടി പിടിക്കുക. To catch the breezy air. എന്തിനു വേണ്ടിയിട്ടാണ്? To catch the breezy air. breezy means എന്താണ്? breeze, ഇളം കാറ്റ്, അല്ലേ? breezy air, അതായത് തഴുകി ഇങ്ങനെ ശരീരത്തെ തഴുകി പോകുന്ന കാറ്റ്, അതിനെയാണ് breezy air എന്ന് പറയുന്നത്. To catch the breezy air, ഇളം കാറ്റിനെ എന്താണ് കവർന്നെടുക്കാനായിട്ട് എന്താണ് the twigs spread its fans. ആ ശിഖരങ്ങൾ, അതിന്റെ ഇലകളും അതിന്റെ ശിഖരങ്ങൾ ഇങ്ങനെ വിടർത്തി നിൽക്കുക. കാറ്റത്ത് ഇങ്ങനെ ശിഖരങ്ങൾ ഇങ്ങനെ ആടി ഉലയുമ്പോൾ പോയിട്ടും തോന്നുന്നത് എങ്ങനെയാണ്? ആ കാറ്റ് പിടിച്ച് കവർന്നെടുക്കാനായിട്ട്, അല്ലെങ്കിൽ എന്താണ് പിടിച്ചെടുക്കാനായിട്ട് ആ ശിഖരങ്ങൾ ഇങ്ങനെ നീണ്ടു നിൽക്കുന്നതായിട്ടാണ് പോയിട്ട് തോന്നുന്നത്, അല്ലേ? അതായത് that the branches of trees try to catch the breeze, enjoy the breeze. ഇളം കാറ്റിനെ ആസ്വദിക്കാനായിട്ട് ശ്രമിക്കുന്നതായിട്ടാണ് പോയിട്ടിന് തോന്നുന്നത്. ഇവിടെ പോയിന്റ് ചെയ്യാൻ കഴിയുന്ന ഒറ്റ ഒരു കാര്യമുള്ളൂ, എന്താണ്? that there was pleasure there. ഇവരെല്ലാം ഇത് കണ്ട് ആസ്വദിക്കുകയാണ് എന്ന് മാത്രമേ ചിന്തിക്കാൻ പോയിട്ടിന് കഴിയുന്നുള്ളൂ. അതിനപ്പുറം വേറൊരു ചിന്ത അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് വരുന്നതേയില്ല. അപ്പൊ ആ പ്രകൃതിയുടെ ആ ഒരു ബ്ലെസ്സിങ്ങിനെ ആസ്വദിക്കാനായിട്ടാണ് ശരിക്കും എന്താണ് ഓരോ ബ്രാഞ്ചസും ശ്രമിക്കുന്നത് എന്നാണ് പോയിട്ടിന് തോന്നുന്നത്. അപ്പൊ ആരുടെ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്? ഫ്ലവേഴ്സിന്റെ കാര്യം പറഞ്ഞു, ബേർഡ്സിന്റെ കാര്യം പറഞ്ഞു, ടിക്സ്, ബ്രാഞ്ചസ്, ശിഖരങ്ങളുടെ കാര്യം പറഞ്ഞു, അല്ലേ? The final stanza. If this belief from heaven be sent, if such be nature's holy plan, have I not reason to lament what man has made of man? If this belief from heaven be sent, അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാം പോയിന്റ് എന്താണ്? പോയിന്റിന്റെ ബിലീഫാണ്, വിശ്വാസമാണ്. അങ്ങനെ ആയിരിക്കാം. അതായത് പക്ഷികൾ, പൂക്കൾ എന്താണ് ഈ അത് ശ്വസിക്കുന്ന വായു ആസ്വദിക്കുന്നത് പോലെ, അല്ലയോ? പക്ഷികൾ അതിന് ചുറ്റും ഓടിക്കളിച്ച് നടക്കുന്നത് പോലെ, അല്ലയോ? പക്ഷികളുടെ ഓരോ മോഷണം എന്താണ്? അതിന്റെ ആഹ്ലാദം കൊണ്ടാണ്, അല്ലേ? അടുത്ത ഇനി ട്വിക്സ് എന്താണ്? ഈ ബ്രീസ് ഇങ്ങനെ ആസ്വദിക്കാനായിട്ട് ശ്രമിക്കുന്ന അതിന്റെ സന്തോഷം കൊണ്ടാണ്. ഇവിടെ എല്ലാ ആഹ്ലാദമാണ് പോയിന്റ് കാണാനായിട്ട് കഴിയുന്നത്. അപ്പൊ ഇതെന്ന് പറയുന്നത് ശരിക്കും അങ്ങനെ ഒരു ബിലീഫ് പോയിന്റ് ഉണ്ടാകുക എന്ന് പറയുന്നത് ഇസ് സെന്റ് ബൈ ഹെവൻ.
അത് ആരയച്ചിരിക്കുന്ന വിശ്വാസമാണ്, അല്ലെങ്കിൽ ആര് നൽകിയിരിക്കുന്ന വിശ്വാസമാണ്? ഹെവൻ, ദ ഗോഡ്, ദൈവം നൽകിയിരിക്കുന്ന വിശ്വാസമാണ്, അല്ലേ? ഇഫ് സച്ച് ബി നേച്ചേഴ്സ് ഹോളി പ്ലാൻ, ഇനി ഇറ്റ് ഈസ് ദ ഹോളി പ്ലാൻ ഓഫ് നേച്ചർ, ശരിക്കും പ്രകൃതിയുടെ എന്താണ് പരിപാവനമായിട്ടുള്ള ആസൂത്രണമാണ് ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ടു മേക്ക് എവരി ബീയിങ് ഇൻ ദ നേച്ചർ ബി ഹാപ്പി. അതായത് ആ എന്താണ് പ്രപഞ്ചത്തിലുള്ള എല്ലാ ജീവജാലങ്ങളെയും സന്തോഷത്തിലാക്കി മാറ്റുക എന്നുള്ളതാണ് ദ ഹോളി പ്ലാൻ ഓഫ് നേച്ചർ, പ്രകൃതിയുടെ പരിപാവനമായിട്ടുള്ള പദ്ധതി, ആസൂത്രണം, ഉദ്ദേശം. അപ്പം പോയറ്റിന് തോന്നിയത് അതായത് ഇവിടെ എല്ലാ ജീവജാലങ്ങളിലും ഒരു ആഹ്ലാദം നിറഞ്ഞു നിൽക്കുന്നു പ്രകൃതിയെ ആസ്വദിക്കുമ്പോൾ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ബിലീഫ്. അതൊരു ബിലീഫാണ് സെറ്റ് ബൈ ഹെവൻ. ആര് ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ബിലീഫാണ്? പ്രകൃതി ഒരുക്കിയിരിക്കുന്ന, അല്ലെങ്കിൽ ദൈവം ഒരുക്കിയിരിക്കുന്ന ബിലീഫാണെന്നാണ് പറഞ്ഞത്. ഇനിയും എന്താണ് ഈ ജീവജാലങ്ങളെല്ലാം ഈ ബ്ലെസ്സിങ്സ് ആസ്വദിക്കാൻ വേണ്ടിയിട്ടുള്ള ഹോളി പ്ലാനാണ്, പരിപാവനമായിട്ടുള്ള ദൈവം ഒരുക്കിയിരിക്കുന്ന പ്ലാനാണ്. ആ പ്ലാനാണ് ആര് നടപ്പിലാക്കിയിരിക്കുന്നത്? പ്രപഞ്ചം നടപ്പിലാക്കിയിരിക്കുന്നത്. ഇതൊക്കെ കണ്ടു കഴിയുമ്പോൾ have I not reason to lament? Does the poet need any other reason to lament? വേറെ എന്തെങ്കിലും കാരണം വേണോ? lament means എന്താണ്? expression of deep sorrow, passionate sorrow. അതായത് വികാര നിർഭരൻ ആകുക, അതിയായിട്ടുള്ള ദുഃഖം കരച്ചിലൂടെ പ്രകടിപ്പിക്കാനാണ് ലാമന്റ്, വിലപിക്കുക എന്നൊക്കെ പറയും. Does the poet need any other reason to lament? ഇതൊക്കെ കണ്ടു കഴിയുമ്പോൾ വേറെ എന്തെങ്കിലും ഒരു കാരണം വേണോ വിലപിക്കാനായിട്ട്? What man has made of man? മനുഷ്യൻ മാത്രം എന്താ ഇങ്ങനെയായി തീർന്നിരിക്കുന്നത്? മനുഷ്യൻ എന്താണ് പ്രകൃതിയോട് ചെയ്തിരിക്കുന്നത്? മനുഷ്യൻ എന്താണ് മനുഷ്യന് വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്നത്? ഈ കാരണം ഓർത്ത് പോയിട്ട് എന്ത് ചെയ്യുന്നു? ലാമന്റ്, വിലപിക്കുന്നു. ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ള പോം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഭംഗിയായിട്ട് നിങ്ങൾ വായിച്ചു നോക്കണം. ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കുറെ ഡീറ്റെയിൽസ് ഉണ്ട്. അപ്പൊ ഇതിന്റെ ബാക്കിയുള്ള ടെക്നിക്കൽ ഡീറ്റെയിൽസ് നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ചെക്ക് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് നിങ്ങൾ പ്രത്യേകം ഇതിന്റെ മീനിങ് എല്ലാം ഭംഗിയായിട്ട് വായിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഒരിക്കൽ കൂടി കാര്യങ്ങൾ പറയാം. ഒന്നാമത് ബ്ലെൻഡഡ് നോട്ട്സ് എന്ന് പറഞ്ഞിരിക്കുന്നു. പല രാഗങ്ങളെല്ലാം കൂടെ കൂടിച്ചേർന്നത്, അതിനെയാണ് ബ്ലെൻഡഡ് നോട്ട്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. മിക്സർ ഓഫ് ഡിഫറെന്റ് സൗണ്ട്സ്, അല്ലേ? നെക്സ്റ്റ് സെയ്റ്റ്, SAT, അത് പ്രൊണൗൺസ് ചെയ്യുന്നത് സെയ്റ്റ് എന്നാണ്, മീൻസ് സാറ്റിസ്ഫൈഡ് എന്നാണ്. റിക്ലൈൻഡ് മീൻസ് ലേ ബാക്ക് ഇൻ എ റിലാക്സ്ഡ് പൊസിഷൻ വിത്ത് ബാക്ക് സപ്പോർട്ട്. അതായത് എന്താണ് ചാഞ്ഞിങ്ങനെ ഇരിക്കുന്നതിനെയാണെന്ന് പറയുന്നത് റിക്ലൈൻഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്, അല്ലേ? ഗ്രോവ് എന്ന് പറഞ്ഞാൽ വുഡ്ലാൻഡ്, അതായത് ഒന്നുകിൽ ഇപ്പം മാംഗോ ഗ്രോവ് എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ, മാന്തോപ്പ് എന്നൊക്കെ പറയത്തില്ലേ, അങ്ങനെ തോപ്പിനെയാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഗ്രോവ് എന്ന് പറഞ്ഞിരിക്കുന്നത്. വുഡ്ലാൻഡ്, മരത്തോപ്പ്, അല്ലേ? പിന്നെ പ്ലസന്റ് തോട്ട്സ് ബ്രിങ് സാഡ് തോട്ട്സ് ടു ദ മൈൻഡ്. ഫെയർ വർക്ക്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്, അതായത് ദ അറ്റംപ്റ്റ് അല്ലെന്നുണ്ടെങ്കിൽ ദ വർക്ക് ഓഫ് നേച്ചർ ടു കണക്ട് ദ ഹ്യൂമൻ സോൾ ടു ഇറ്റ്. അതായത് മനുഷ്യന്റെ ആത്മാവിനെ പ്രകൃതിയുമായിട്ട് കണക്ട് ചെയ്യാനുള്ള പ്രപഞ്ചത്തിന്റെ ആ ഒരു ശ്രമം അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു വർക്കിനെയാണ് ഫെയർ വർക്ക്, ബ്യൂട്ടിഫുൾ വർക്ക് എന്ന് പറഞ്ഞിരിക്കുന്നത്, അല്ലേ? ഗ്രീവ് മീൻസ് എന്താണ്? ഫീൽ എക്സ്ട്രീം പെയിൻ, അല്ലെ? എക്സ്ട്രീം സോറോ, അല്ലെ? ഇന്റൻസ് സോറോ, ഫീൽ ഇന്റൻസ് സോറോ, അതിനെയാണ് ഗ്രീവ് എന്ന് പറഞ്ഞിരിക്കുന്നത്, അല്ലെ? ഇനി വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ, ദാറ്റ് മീൻസ് ദ ഡിസ്ട്രക്റ്റീവ് ആക്ടിവിറ്റീസ് ഓഫ് ഹ്യൂമൻ ബീയിങ്, മനുഷ്യന്റെ നശീകരണ സ്വഭാവം, അതിനെയാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ, അല്ലെ? പിന്നെ പ്രിംറോസ് എന്ന് പറഞ്ഞാൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? വൈൽഡ് പ്ലാന്റ് വിത്ത് യെല്ലോ ഫ്ലവേഴ്സ്, അല്ലെ? ടഫ്റ്റ്സ് എന്ന് പറയാം, ടഫ്റ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബെഞ്ച് ഓഫ് ഫ്ലവേഴ്സ്, അതിനെയാണ് ടഫ്റ്റ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. കൂട്ടം, കളക്ഷൻ, ബെഞ്ച്, അതിനെയാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് ടഫ്റ്റ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ബവർ മീൻസ് എന്താണ്? എ പ്ലസന്റ് ഷെയ്ഡ് അണ്ടർ എ ട്രീ, മരത്തിന്റെ ചോട്ടിലുള്ള എന്താണ് പ്ലസന്റ് ഷെയ്ഡിനെയാണ് എന്താണ് ബവർ എന്ന് പറഞ്ഞിരിക്കുന്നത്, അല്ലെ? പെരിവിങ്കിൾ എന്ന് പറഞ്ഞാൽ എവർഗ്രീൻ പ്ലാന്റ് വിത്ത് ബ്ലൂ ഫ്ലവേഴ്സ്, അതായത് ബ്ലൂ ഫ്ലവേഴ്സോട് കൂടിയ
എവർഗ്രീൻ പ്ലാന്റിനെയാണ് പെരിവിങ്കിൾ എന്ന് പറയുന്നത്. റീത്ത് എന്ന് പറയുന്നത് എന്താണ്? അറേഞ്ച്മെന്റ്സ് ഓഫ് ഫ്ലവേഴ്സ് അല്ലെ, പൂക്കൾ ഇങ്ങനെ ക്രമീകരിച്ചിരിക്കുന്ന രീതി, ക്രമീകരിച്ചെടുത്തിരിക്കുന്നതിനെയാണെന്ന് പറഞ്ഞിരിക്കുന്നത് റീത്ത് എന്ന് പറയുന്നത് അല്ലേ. പിന്നെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഹോപ്പ്, HOPPED, ഹോപ്പ്, HOP അല്ല, HOPPED അല്ലേ. അപ്പൊ ഹോപ്പ് എന്ന് പറയുന്നത് എന്താണ്? ജംപ് എന്നുള്ള മീനിങ് ആണ്, അതായത് ചാടുക എന്നുള്ള അർത്ഥം അല്ലേ. പിന്നെ എന്താണ്? വെഡിങ് പിക്സ്, ഫാൻസ് അല്ലേ. ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് നിന്ന് സ്പെഷ്യലായിട്ട് നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളോടുകൂടി ഇത് ഭംഗിയായിട്ട് വായിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുക. അതോടൊപ്പം തന്നെ എന്താണ്, ഈ പ്രൊഫൈൽ കൂടി ചെക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. വേർഡ്സ്വർത്ത് നമ്മൾ നേരത്തെ എഴുതിയതാണ്. വേർഡ്സ്വർത്തിന്റെ പ്രൊഫൈൽ മേക്കിംഗ് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ പഠിച്ചതുമാണ്. അപ്പോൾ അതും കൂടെ ചെക്ക് ചെയ്യുക. അത്രയും കാര്യങ്ങളൊക്കെ കഴിയുമ്പോഴത്തേക്കിന് ഈ ഒരു ലെസൺ കംപ്ലീറ്റ് ആകും. ഇതിന്റെ ടെക്നിക്കൽ ഡീറ്റെയിൽസ്, പോയറ്റിക് ഡിവൈസും ബാക്കിയുള്ള ടെക്നിക്കൽ ഡീറ്റെയിൽസും നെക്സ്റ്റ് ക്ലാസ്സിൽ വി വിൽ ഡിസ്കസ്. ഓക്കെ, താങ്ക് യു. പെർഫെക്റ്റ്.